അതോടെ കാട്ടുപന്നികൾക്ക് അപകടം മണത്തു. മൈനാകമേട്ടിൽ വന്ന് ഇപ്പോൾ പച്ചപ്പുൽ കൃഷി ചെയ്തു കൊണ്ടുപോകുന്ന ചാക്കുകളിൽ തങ്ങളുടെ സഹോദരങ്ങളുണ്ടെന്ന് കാട്ടുപന്നിക്കൂട്ടങ്ങൾക്ക് മനസ്സിലായി. താഴ്വരയിൽ പുൽക്കൂട്ടങ്ങൾക്കിടയിൽ ഇറങ്ങുന്ന അവറ്റയെ വെട്ടി വീഴ്ത്തിയും വെടിവെച്ചും ഉദയൻ പിടികൂടി വെട്ടി നുറുക്കി പുൽ ചാക്കുകളിലാക്കി നഗരത്തിലെ ഇറച്ചിക്കടയിൽ കൊണ്ടുപോയി വിൽക്കും. അതാണ് അയാളുടെ യഥാർത്ഥ വ്യാപാരമെന്നത് അവറ്റകൾ മാത്രം തിരിച്ചറിഞ്ഞു. ഉദയന്റെ ഈ ഉടായിപ്പിൽ മറ്റു മനുഷ്യരാരും ഈ സംഗതി ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളത് കാട്ടുപന്നിക്കൂട്ടങ്ങൾക്ക് വെല്ലുവിളിയായി. ശേഷിക്കുന്ന വിരലിൽ എണ്ണാവുന്ന കാട്ടുപന്നികൾ അതോടെ മൈനാകമേട്ടിന്റെ അതിർത്തിയിൽ നിന്നും ഉൾവലിഞ്ഞു. പന്നികൾ പിൻവലിഞ്ഞതോടെ പച്ചപ്പുല്ല് കൃഷിയിൽ ലാഭം കുറയുന്നു എന്ന കാരണത്താൽ ഉദയനും കൃഷി നിർത്തി ആ നാട്ടിൽ നിന്നും തിരികെ മടങ്ങേണ്ടി വന്നു. പക്ഷേ അതോടെ കാട്ടുപന്നി ശല്യം ഇല്ലാത്തതിനാൽ മടങ്ങിപ്പോയ കൃഷി കുടുംബങ്ങൾ വീണ്ടും ഒന്നൊന്നായി തിരികെ എത്തി കൃഷി തുടങ്ങി. അങ്ങനെ തിരിച്ചെത്തിയ കൃഷിക്കാർ മണ്ണ് കിളച്ച് ഇളക്കുമ്പോഴാണ് മണ്ണിൽ പുതഞ്ഞിരിക്കുന്ന വെടിയുണ്ടകൾ കാണുന്നത്. അപ്പോൾ മാത്രമാണ് അവർക്കും ഉദയന്റെ ഉടായിപ്പ് പിടികിട്ടിയത്. എന്നാൽ അതിർത്തിയിലുള്ള അവർ അക്കാര്യം രഹസ്യമായി തന്നെ സൂക്ഷിച്ചു. കാരണം ഉദയന്റെ ഈ ഉടായിപ്പില്ലായിരുന്നു എങ്കിൽ പോലീസും ഫോറസ്റ്റും രാഷ്ട്രീയക്കാരും കൈവിട്ട് അവർക്ക് വീണ്ടും മൈനാകമേടിൽ തിരിച്ചെത്തുവാൻ കഴിയില്ലായിരുന്നു. അങ്ങനെ കാലങ്ങൾ കുറെ കൂടി വളരെ സന്തോഷത്തോടെ മൈനാകമേട്ടിലെ ജനങ്ങൾ കഴിഞ്ഞു പോരവേ ഉൾവലിഞ്ഞുപോയ കാട്ടുപന്നികൾ സംഘടിച്ചു തിരിച്ചെത്തി. വീണ്ടും കൃഷിയിടങ്ങളിൽ ആക്രമണം അഴിച്ചുവിട്ടു. അതോടെ മൈനാകമേട്ടിലുള്ളവർ വീണ്ടും അയാളുടെ വരവിനായി പ്രതീക്ഷയോടെ അയാളുടെ ജീപ്പിന്റെ ഇരമ്പലിനായി കാതോർത്തിരിക്കാൻ തുടങ്ങി. ഇതായിരുന്നു മൈനാകമേടിലെ കർഷകരുടെ കാത്തിരിപ്പിന്റെ രഹസ്യം. അങ്ങനെ ഒരു കാത്തിരിപ്പിന്റെ 7-ാം ദിവസത്തിന്റെ പുലർച്ചയിൽ മൈനാകമേടിന്റെ നീണ്ടു നിവർന്നു കിടക്കുന്ന പാതയുടെ പുതുമണ്ണും പറത്തിക്കൊണ്ട് ഒരു ജീപ്പ് വരുന്നു. അത്തരമൊരു ജീപ്പിനെയാണ് അവരും ഈ ദിവസങ്ങളിലെല്ലാം പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ വന്നെത്തിയ ജീപ്പുകളിലൊന്നും ഡ്രൈവർ സീറ്റിൽ അയാളെ കാണാനായില്ല എന്ന് മാത്രം. പക്ഷേ ഈ ജീപ്പിന്റെ ഡ്രൈവർ സീറ്റിൽ നോക്കിയവരുടെ മുഖം പുഞ്ചിരി കൊണ്ട് വിടർന്നു. അറിയാതെ അവർ ആർപ്പ് വിളിച്ചു. ഇനി വന്നയാൾ ആരെന്ന് പ്രത്യേകിച്ച് വ്യക്തമാക്കേണ്ടതില്ലല്ലോ.